വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭരണഘടനയിലെ SCRT അടിസ്ഥാനപ്പെടുത്തിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളും അതിൻ്റെ നോട്ടുകളും ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുപഠിക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ ഗാന്ധിജിയുടെ ഒരു കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവയുമായിട്ട് പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യം എന്താണ്? ഭക്ഷ്യവിളകളും തുണിക്ക് ആവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കണം. കന്നുകാലികൾക്ക് പ്രത്യേക സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും എന്ന് പറഞ്ഞത് ഹരിജൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പത്രം അല്ലെങ്കിൽ പ്രസിദ്ധീകരണത്തിലൂടെയാണ്. ഗാന്ധിജി സാഹിത്യ സംഗ്രഹം എന്നുള്ളൊരു ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു വരികളാണിത്. ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്ന് കുട്ടികൾക്ക് എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് വായിക്കുന്നത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണം എന്തൊക്കെയാണെന്ന് ഉള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് അധികാര വികേന്ദ്രീകരണം എന്ന് നോക്കാം. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് കൂടി നിയമപരമായിട്ട് കൈമാറുന്നൊരു വ്യവസ്ഥിതിയാണെന്ത്? അധികാര വികേന്ദ്രീകരണം. അപ്പോൾ ഒരു ഫെഡറലിസം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അതായത് അധികാരം എന്നാണ് ചിലരിൽ മാത്രം കുത്തകയല്ല, അതെന്ത് ചെയ്യണം? ഗ്രാമങ്ങളിലേക്കും അതുപോലെ തന്നെ താഴ്ന്ന തട്ടിലേക്കൊക്കെ എന്ത് ചെയ്യണം? വിഭജിച്ച് കൊടുക്കണം. ആ ഒരു രീതിയാണ് എന്ത് പറയുന്നത്? അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഇനി അധികാര കേന്ദ്രീകരണം എന്താണ്? ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പോൾ അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം എന്താണ്? ചിലരിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇതിൽ പങ്കാളികളാവാനുള്ളൊരു ചാൻസ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാനായിട്ട് കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃത്വശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം, പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു സവിശേഷതകളായിട്ട് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ, പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച അഥവാ അഞ്ച്, ആയത് അഥവാ യോഗം അല്ലെങ്കിൽ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് സംവിധാനം ദുർബലമാകാനായിട്ട് തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. അപ്പോൾ അവിടെ 1882 റിപ്പൺ പ്രഭു ആണ് എന്ത് കൊണ്ടുവന്നത്? ഒരു പരിഷ്കാര രൂപേണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിക്കപ്പെടുകയും ചെയ്തു. 1882 റിപ്പൺ പ്രഭു ഇത് കൊണ്ടുവന്നതിലുപരിയായിട്ട് 35 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനും കൂടി വന്നപ്പോഴാണ് ഈ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിക്കപ്പെടുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. ഭരണഘടനയിൽ എങ്ങനെയൊക്കെയാണ് അധികാര വികേന്ദ്രീകരണം കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശ തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. ഇവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വം രൂപീകരിച്ച കമ്മിറ്റികൾ. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ ഒരു കമ്മിറ്റികളാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ 1957 അശോക് മേത്ത കമ്മിറ്റി 1978.
അപ്പോൾ ബൽവന്ത് റായ് മേത്ത ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവയാണ് ഈ ഒരു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി കൊണ്ടുവന്നത്. അശോക് മേത്ത കമ്മിറ്റിയോ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണ്, മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്ക് കൊടുത്തു. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനാണ് കൊടുത്തത്. അപ്പോൾ അപ്പുറത്ത് എന്താണ്, ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല, മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയാണ് അശോക് മേത്ത കമ്മിറ്റി നൽകിയിരിക്കുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പാണ്, ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ്. അശോക് മേത്ത കമ്മിറ്റിയിലോ പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകിയ കമ്മിറ്റിയാണിത്. പട്ടികജാതി പട്ടികവർഗ സംവരണം നൽകിയത് അശോക് മേത്ത കമ്മിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ സവിശേഷതകളായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. അപ്പം നമുക്ക് ജനറലായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്, ഈ ഒരു രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് ഈ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തതെന്ന് നമുക്കറിയാം. അതേ വർഷം തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇത് ഉണ്ട് എന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലും അതുപോലെ തമിഴ്നാട്, പശ്ചിമ ബംഗാളിലുമൊക്കെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1922 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമാവുകയാണ് ചെയ്തത്. 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. അപ്പോൾ 73-ാം ഭേദഗതിയും 74-ാം ഭേദഗതിയും നമുക്ക് പഠിക്കാം. 73-ാം ഭേദഗതി എന്താണെന്ന് പറഞ്ഞത് പഞ്ചായത്ത് രാജ് സംവിധാനമാണ്. ഗ്രാമസഭകളുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം. അവിടെയും ഭരണകാലാവധി 5 വർഷം. എവിടെയാണ്? നഗരപാലികയിൽ വാർഡ് സഭകളാണ്. ഇവിടെ ഗ്രാമസഭകൾ അവിടെ എന്താവുന്നു? വാർഡ് സഭകളാണ്. ഭരണകാലാവധി 2നും 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം 2 ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വനിതാ സംവരണമുണ്ട്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല. നമ്മൾ ഇതിന് മുന്നേ ഇട്ട ക്ലാസ്സിൽ എല്ലാ നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങളും സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൻ്റെയും ഒരു കുറച്ചധികം നീളമുള്ള ലെങ്ത്തുള്ളൊരു ക്ലാസ് തന്നെയാണ്. പക്ഷേ അതിലെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അതിൽ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 51-ലെ നിയമങ്ങളും ആക്റ്റുകളും എല്ലാം തന്നെ പറയുന്നുണ്ട്. ജനപ്രാതിനിധ്യ നിയമം അത് ഇന്ത്യയിലൊക്കെ ബാധകമാണ്. ഇതൊക്കെ ഇനി വരാതിരിക്കുന്ന എക്സാമിന് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രൂപേണ പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണത്. അപ്പം ഇതിൽ നമ്മൾ പറയുന്നത് തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രണ്ടിലും അങ്ങനെ തന്നെയാണ്. 5 വർഷത്തിലൊരിക്കലാണ് എന്ത് വരുന്നത്? ധനകാര്യ കമ്മീഷൻ വരുന്നത്. 5 വർഷത്തിലൊരിക്കലാണ് ധനകാര്യ കമ്മീഷൻ വരുന്നത്. പഞ്ചായത്ത് രാജിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ്? 2 തരം നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ എന്താണ്? മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണ്. അപ്പം നമ്മുടെ പഞ്ചായത്ത് സംവിധാനത്തിൽ 3 എണ്ണം ഉണ്ട്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. തദ്ദേശ സ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ മുനിസിപ്പാലിറ്റി എന്നാണ് എവിടെ വരുന്നത്? മുനിസിപ്പാലിറ്റി നിയമത്തിൽ 74-ാം ഭേദഗതി നഗരപാലിക സംവിധാനത്തിൽ വരുന്നത് 2 എണ്ണമാണെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടൊരു ഗ്രാഫായിട്ട് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് രാജ് സംവിധാനം എങ്ങനെയാണ് വരുന്നത്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ നഗരപാലിക സംവിധാനം മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റിയും മുനിസിപ്പൽ കോർപ്പറേഷനും ആയിട്ടാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ജനകീയ ആസൂത്രണം കേരളത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996-ൽ കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി.
ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്തുപറ്റി? 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്ത് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. ഇത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്. 33 എഴുതണോ 50 എഴുതണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഈ ഒരു ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 33% ആയിരുന്നു സംവരണം ഏർപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അത് 2005 പഞ്ചായത്ത് ആക്ട് ഭേദഗതിയിലൂടെ എന്താക്കിയിട്ടുണ്ട്? 50% അത് ഉയർത്തിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണം പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃക. അപ്പോൾ കേരളത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ 50% പറയേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്ന് നോക്കാം. അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. അതുപോലെ വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പിലാകപ്പെടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലയിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിൽ കുറവുണ്ടാവുന്നത്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത, ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇതുറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ട് പോകേണ്ട ജനാധിപത്യം ശക്തിപ്പെടുത്താനായിട്ട് അനിവാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പഞ്ചായത്ത് രാജ് എന്നുള്ളൊരു ടോപ്പിക്ക് എന്തായാലും ഭരണഘടനയിൽ ഇൻക്ലൂഡ് ആണല്ലോ, നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ഇതുവരെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും തന്നെ SCERT പുതിയ SCERT സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. VFAക്ക് നല്ല സിൻസിയറായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാനിടുന്ന ക്ലാസ്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ട നോട്ടുകളും കാര്യങ്ങളുമൊക്കെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു.